وآل كل والصحابة أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإنك لعلى خلق عظيم صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരവുകൾ നിറഞ്ഞ യോഗാധ്യക്ഷൻ മഹലിൻ്റെ പ്രസിഡന്റ് ഉമർ ഹാജി മണക്കാടൻ, നമ്മുടെ ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്തു തന്ന നമ്മുടെ വാർഡിൻ്റെ കൗൺസിലറും മുൻ നഗരസഭാ ചെയർമാനുമായിരുന്ന ജമാൽ സാഹിബ് മണക്കാടൻ, നമ്മുടെ വേദിയിലും സദസ്സിലുമുള്ള ജമാഅത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, നാട്ടിലെ കാരണവന്മാർ, യുവാക്കൾ, ഉമ്മമാർ, സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിദിനാഘോഷവുമായാണ് നാം ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ മഹല്ലിൻ്റെ കീഴിൽ വളരെ വ്യത്യസ്തമായ രൂപത്തിൽ ഈ വർഷത്തെ നബിദിന പരിപാടി സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ എല്ലാ പരിപാടികളും നല്ല രൂപത്തിൽ തന്നെ പൂർത്തിയാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. റബീഉൽ അവ്വൽ 1-ാം ദിവസം മുതൽ നമ്മുടെ മസ്ജിദിൽ വെച്ച് നല്ല രൂപത്തിലുള്ള മൗലിദ് സദസ്സുകൾ നടന്നു. നല്ല ജനപങ്കാളിത്തമുണ്ടായിരുന്നു. അല്ലാഹു എല്ലാം ഖബൂലാക്കുമാറാവട്ടെ. പിന്നെ ഇന്നലെ നമ്മൾ വ്യത്യസ്ത ഒരു പരിപാടി എന്ന നിലയ്ക്ക് മെഡിക്കൽ ക്യാമ്പ് നടത്തി. അൽഹംദുലില്ലാഹ് നല്ലൊരു വിജയം അതിന് ലഭിച്ചു. അതിനുശേഷം വൈകുന്നേരം നമ്മുടെ പിഞ്ചുമക്കളുടെ മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടത്തി. അതും അൽഹംദുലില്ലാഹ് നല്ല രൂപത്തിൽ നമുക്ക് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു. എല്ലാവരും, ഉമ്മമാരും വിദ്യാർത്ഥികളുമെല്ലാം വളരെ പ്രതീക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ പ്രസംഗങ്ങളോ മറ്റൊന്നുമല്ല, മറിച്ച് നമ്മുടെ വിദ്യാർത്ഥികളുടെ പരിപാടികളുടെ റിസൾട്ട് അറിയണം, അവർക്ക് സമ്മാനം വാങ്ങണം. അതുകഴിഞ്ഞ് ദഫിൻ്റെ പ്രോഗ്രാമുണ്ട്, അതും ഒന്ന് ആസ്വദിക്കണം. പിന്നെ ഈ ഒരു സദസ്സിൽ വലിയൊരു പ്രഭാഷണത്തിനൊന്നും പ്രസക്തിയില്ല എന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ എനിക്കും അറിയാമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പരിപാടിയായതുകൊണ്ട് അവിടത്തെ കുറിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ള അവസാനിപ്പിച്ച് നമുക്ക് മറ്റു പരിപാടികളിലേക്ക് ഇൻഷാ അല്ലാഹ് നീങ്ങാം. നമ്മുടെ ഈ മദ്രസ വിദ്യാർത്ഥികളുടെ കലാമത്സരങ്ങളായാലും മറ്റു എന്ത് പ്രോഗ്രാമുകളായാലും, ഇവിടെ കൊടുക്കുന്ന അന്നദാനമായാലും, മെഡിക്കൽ ക്യാമ്പായാലും, മൗലിദിന്റെ സദസ്സായാലും, റാലിയായാലും, എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവുമായി നമ്മൾ നടത്തുന്ന എന്ത് പ്രോഗ്രാമായാലും അതിൻ്റെ എല്ലാം അടിസ്ഥാനം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുന്ന് ഈ ലോകത്തിന് കാഴ്ചവെച്ച ജീവിതം മറ്റുള്ളവരിലേക്ക് നല്ല രൂപത്തിൽ എത്തിച്ചുകൊണ്ട് ആ മുഹമ്മദീയ സൽഫാന്താവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനമായി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനു പുറമെ നമ്മുടെ കാരണവന്മാരായ നമ്മുടെ മുൻഗാമികൾ, വാപ്പമാർ, വല്ലിപ്പമാർ, അവരുടെ വാപ്പമാരെല്ലാം കൈമാറി വന്നതായ ഇങ്ങനെയുള്ള ആദർശങ്ങൾ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ റബീഉൽ അവ്വൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മൗലിദ് നടക്കണം, പരിപാടികൾ നടക്കണം, ഹബീബിന്റെ മദ്ഹുകൾ ഉച്ചത്തിൽ കേൾക്കണം. നമ്മുടെ കുഞ്ഞു വിദ്യാർത്ഥികൾക്ക് ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ളൊരു ചിന്ത നമ്മുടെ തലമുറയിൽ നിന്നും അടുത്തൊരു തലമുറയിലേക്ക് കൈമാറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സദസ്സ് കൂടിയാണ് ഈ കാണുന്ന സദസ്സ്. നമ്മളെല്ലാം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചതുകൊണ്ടാണ്
അവരെല്ലാം ചെയ്തതുകൊണ്ടാണ് നമ്മളും ഇങ്ങനെയുള്ള പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ അടുത്ത തലമുറ ഇങ്ങനെയുള്ള നല്ല നല്ല പരിപാടികൾ നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കണമെങ്കിൽ, നടക്കണമെങ്കിൽ അവർക്ക് നാം നല്ല മാതൃകകളായി മുന്നിൽ നിന്ന് കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു വലിയ ഒരു ഉദ്ദേശം കൂടിയാണ് ഈ മൗലിദിന്റെ പരിപാടികളിലൂടെയെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മുടെ കേരളക്കരയിൽ മാത്രമേ ഇങ്ങനെയുള്ള സദസ്സുകളുള്ളൂ, മൗലിദ് ഓതുന്നുള്ളൂ. അങ്ങനെയുള്ള സദസ്സുകളെല്ലാം ലോകത്തിന്റെ വേറെ എവിടെയും സംഘടിപ്പിക്കുന്നില്ല എന്നെല്ലാം ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആധുനിക നൂറ്റാണ്ടിൽ ലോകത്ത് എവിടെയെല്ലാം മുസ്ലിമീങ്ങളുണ്ടോ അവിടെയെല്ലാം വളരെ ഭംഗിയായിക്കൊണ്ട് വളരെ വലിയ രൂപത്തിൽ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹിന്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 10,000 പങ്കെടുത്ത മൗലിദിന്റെ സദസ്സ് മലേഷ്യയിൽ നടന്നു. ലോകവിശ്രുത പണ്ഡിതനായ ഉമർ ഹഫീലിന്റെ നേതൃത്വത്തിൽ 10,000 ഒരു ഫുട്ബോൾ മൈതാനം മുഴുവനും വിശ്വാസികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ രൂപത്തിലുള്ള മൗലിദിന്റെ സദസ്സുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടവരാണ്. അഥവാ ലോകത്ത് മുസ്ലിമീങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് നടക്കുന്നുണ്ട്, മദ്ഹ് നടക്കുന്നുണ്ട്, നബിദിന റാലികൾ നടക്കുന്നുണ്ട്, അന്നദാനങ്ങൾ നടക്കുന്നുണ്ട്, വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ഈ ലോകത്ത് 23 വർഷക്കാലം 63 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ച് നുബുവത്തിന് ശേഷം വെറും 23 വർഷങ്ങൾ കൊണ്ട് തന്റെ ശിഷ്യന്മാരെ കുറിച്ച് അസ്ഹാബി കന്നുജൂം, എന്റെ ശിഷ്യന്മാർ നക്ഷത്ര തുല്യരാണ്, ഫമൻ ഇഖ്തദൈതും ഇഹ്തദൈതും, അവരിൽ നിങ്ങൾ ആരെ തുടർന്നു കഴിഞ്ഞാലും നിങ്ങൾ സൽപാന്താവിലേക്ക് എത്തുന്നവരാണെന്ന് തന്റെ സ്വന്തം ശിഷ്യരെ കുറിച്ച് സർട്ടിഫിക്കറ്റ് നൽകാൻ മാത്രമുള്ള വലിയ ഒരു ഗുരുവായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും വലിയ നേതാക്കൾ ഉണ്ടാകും, രാജ്യത്തിൽ അറിയപ്പെട്ട നേതാക്കൾ ഉണ്ടാകും, ലോകത്ത് അറിയപ്പെട്ട നേതാക്കൾ ഉണ്ടാകും. അവർക്ക് വേണ്ടി പ്രതിമകൾ പണിതുകൊണ്ട് അവരെ കുറിച്ചുള്ള സംസാരങ്ങൾ ലോകത്ത് നിലനിൽക്കാറുണ്ട്. അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള ഫോട്ടോകൾ വരച്ചുകൊണ്ട് നമ്മൾ അവരറിയാറുണ്ട്. പക്ഷേ ചോദിക്കട്ടെ, നമുക്കാർക്കെങ്കിലും ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, അല്ലെങ്കിൽ ലോകത്ത് ആർക്കെങ്കിലും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രതിമ കാണിച്ചു തരാൻ കഴിയുമോ? ഒരു ഫോട്ടോ കാണിച്ചു തരാൻ കഴിയുമോ? ഇല്ല എന്നാണ് നമുക്ക് മറുപടി പറയാനുള്ളത്. എങ്കിലും നമ്മുടെ ഓരോ മുഅ്മിനിന്റെ ഹൃദയത്തിലും മഹാ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുമക്കൾ ഇന്നലെ ഇവിടെ പാടിയിരുന്നു, പറഞ്ഞിരുന്നു, നമ്മുടെ നബിയവർ ആരാണ്? മുത്തു മുഹമ്മദ് സല്ലല്ലാഹു. ചെറിയ കുഞ്ഞിളം പ്രായത്തിൽ തന്നെ ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മുടെ മക്കൾ പഠിക്കുകയാണ്. ആ ഒരു പകർന്നു നൽകലാണ് നമ്മൾ ഈ പരിപാടികളിലൂടെ എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ് നമുക്ക് വിജയിക്കുവാൻ കഴിയുകയുള്ളൂ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ, എത്രത്തോളം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പഠിക്കുന്നുണ്ടോ, അതിനനുസരിച്ചായിരിക്കും അവിടത്തോടുള്ള മഹബ്ബത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചോദിക്കട്ടെ, നമ്മൾ എത്ര ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ബുക്കുകൾ വായിക്കുന്നവരുണ്ട്? അവിടത്തെ കുറിച്ചുള്ള ബുക്കുകൾ, ചരിത്രങ്ങൾ വായിക്കുന്നവർ എത്ര ആളുകളുണ്ട്? നമ്മൾ ദിനേന എത്രയോ പത്രങ്ങൾ വായിക്കുന്നവരാണ്. സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകളോളം ഒരു മടിയും കൂടാതെ നമ്മളത് ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമുക്ക് എത്ര പേർക്ക് കൃത്യമായി അറിയാം? നമ്മുടെ മക്കൾക്ക് എത്ര കൃത്യമായി അറിയാം? നമ്മുടെ മക്കൾ ഒരു സിനിമാ പാട്ട് കൃത്യമായി പാടുകയാണെങ്കിൽ അത് വീഡിയോ എടുത്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലെല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പോസ്റ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഫുട്ബോൾ താരങ്ങളുടെയോ അങ്ങനെയുള്ള ആളുകളുടെ വേഷം കെട്ടിക്കഴിഞ്ഞാൽ, അവരുടെ രൂപത്തിൽ കളിച്ചു കഴിഞ്ഞാൽ അതെല്ലാം വലിയ സംഭവമായി നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം പോസ്റ്റ് ചെയ്യാറുണ്ട്, അത് വൈറലാകാറുണ്ട്. ചോദിക്കട്ടെ, നമ്മുടെ മക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എത്ര പേർക്ക് അറിയാം? ഒരു നഗ്നമായ സത്യം ഞാനിവിടെ പറയട്ടെ,
നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന ചില കുട്ടികൾക്കെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച പ്രാഥമിക വിവരം പോലും അവരോട് ചോദിച്ചിട്ട് കിട്ടുന്നില്ല. എന്താണിത് സംഭവിക്കുവാനുള്ള കാരണം? നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് നമ്മൾ ചെറുപ്രായത്തിൽ പകർന്നു കൊടുക്കേണ്ട വലിയൊരു ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കുണ്ട്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്, വഅവ്വലു വാജിബിൻ അലൽ ആബാ, രക്ഷിതാക്കളുടെ മേൽ ആദ്യമായി നിർബന്ധമാകുന്നത് തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വുലിദ ബിമക്ക വ തുവഫിയ ബിൽ മദീന. ആദ്യമായി കുഞ്ഞിന് പകർന്നു കൊടുക്കേണ്ട പാഠം നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണ്, മക്കയിലാണ് ജനിച്ചത്, മദീനയിലാണ് അവിടുന്ന് വഫാത്തായത് എന്നുള്ള ഏറ്റവും പ്രാഥമികമായ പാഠം കുഞ്ഞുങ്ങളുടെ ഇളം പ്രായത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ലോക പ്രശസ്ത കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ എഴുതി വെക്കുന്നുണ്ട്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാര് പറയുന്നുണ്ട്, എന്തിനാണ് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ചെറുപ്രായത്തിൽ തന്നെ ഈ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ആ ഒരു അറിവ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് എന്ന് മഹാന്മാര് വിശദീകരിക്കുന്നിടത്ത് കാണാം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിച്ചൊരു കുഞ്ഞും വഴികേടിലായി പോവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞൊരു കുഞ്ഞും, അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞൊരു കുഞ്ഞും അവര് വഴികേടിലായി പോവില്ല, അവര് മോശമായി പോവുകയില്ല എന്ന് മഹാന്മാരായ അയിമ്മത്ത് അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുകയാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പാഠങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. വെറും ഒരു നിബിധനം വരുമ്പോ അവർക്ക് 4 വരി പാട്ട് പഠിപ്പിച്ചു കൊടുത്ത് അത് സ്റ്റേജിൽ പറഞ്ഞുകൊണ്ട് അതോടെ നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് ഒരു രക്ഷിതാവും ചിന്തിച്ചു പോവരുത്. രക്ഷിതാവ് എന്നാൽ അവർക്ക് വേണ്ടുന്ന സ്കൂൾ ബാഗോ അല്ലെങ്കിൽ മദ്രസയിലെ ബുക്കുകളോ അല്ലെങ്കിൽ മറ്റു പല അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ മാത്രം പേടിച്ചു കൊടുത്തതുകൊണ്ട് ഒരിക്കലും ഒരു രക്ഷിതാവിന്റെയും ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല എന്ന് ഓരോ രക്ഷിതാവും മനസ്സിലാക്കണം. നമ്മുടെ മക്കൾക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. എന്തിനു വേണ്ടി? നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടി, നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി. ഇന്ന് നമുക്ക് വലിയ വേവലാതിയാണ്. എന്താണ്? യുവാക്കളെല്ലാം ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ പിടിച്ചാൽ കിട്ടുന്നില്ല, വീട്ടുകാര് പറഞ്ഞ അനുസരിക്കുന്നില്ല, മാതാവ് വിളിച്ചോടത്ത് കിട്ടുന്നില്ല, പിതാവിനെ മൈൻഡ് ചെയ്യുന്നില്ല, വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്, പ്രശ്നകാരിയാണ്. എന്താ ചെയ്യുക എന്ന് പല ആളുകളും രക്ഷിതാക്കളും അവര് പരാതി പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ മക്കളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിന്റെ ഒരു ദിവസങ്ങളിൽ